നിങ്ങളൊരു ജോലി ചെയ്യുന്ന വ്യക്തിയാണോ? നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് PF ഡിഡക്ഷൻ സംഭവിക്കുന്നുണ്ടോ? അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. EPFOയിൽ വളരെ വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ കാണും. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. EPFOയിലെ പുതിയ നിയമത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം പഴയ നിയമം, ഇപ്പോൾ നിലവിലുള്ള നിയമം എന്താണ് എന്നതാണ്. പഴയ നിയമം അനുസരിച്ച് 2 മാസം നിങ്ങൾ തൊഴിൽ രഹിതനായി ഇരിക്കുകയാണെങ്കിൽ EPF പ്ലസ് EPS ഉൾപ്പെടെയുള്ള 100% തുകയും നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും. ഞാൻ നിങ്ങൾക്ക് ഉദാഹരണത്തിലൂടെ വളരെ വ്യക്തമായി പറഞ്ഞു തരാം. നിങ്ങളുടെ PF കോർപ്പസ് എമൗണ്ട് ഒരു 4 ലക്ഷം രൂപയാണെന്ന് സങ്കല്പിക്കുക. അതായത് EPF പ്ലസ് EPS ഈസ് ഈക്വൽ ടു 4 ലക്ഷം രൂപ. ഇൻ കേസ് നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ട് 2 മാസം വരെ നിങ്ങൾക്ക് ജോലി ഒന്നും ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു 100% തുകയും വിഡ്രോ ചെയ്യാൻ സാധിക്കും. അതായത് 4 ലക്ഷം രൂപയാണ് ഞാൻ ഒരു ഉദാഹരണമായി ഇപ്പോൾ പറയുന്നത്. ആ ഒരു 4 ലക്ഷം രൂപയും നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും. ഇതാണ് പഴയ നിയമം. ഇനി നമുക്ക് പുതിയ നിയമം എന്താണെന്ന് നോക്കാം. പുതിയ നിയമം അനുസരിച്ച് നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉടൻ തന്നെ നിങ്ങളുടെ 100% തുകയും വിഡ്രോ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ഉടനടി വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നത് 75% തുക മാത്രമാണ്. ബാക്കിയുള്ള 25% തുക വിഡ്രോ ചെയ്യണമെങ്കിൽ നിങ്ങൾ 1 വർഷം കാത്തിരിക്കേണ്ടതുണ്ട്. അവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1 വർഷം നിങ്ങൾ അൺഎംപ്ലോയ് ആയിരുന്നാൽ മാത്രമേ, നിങ്ങൾ തൊഴിൽ രഹിതനായിരുന്നാൽ മാത്രമേ ആ ഒരു 25% തുക നിങ്ങൾക്ക് പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് വീണ്ടും ജോലിക്ക് കയറി അങ്ങനെയൊന്നും നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കില്ല. ഞാനൊരു ഉദാഹരണത്തിലൂടെ വളരെ സിമ്പിളായി ഇത് എങ്ങനെയാണ് വർക്ക് ആകുന്നതെന്ന് പറഞ്ഞു തരാം. നിങ്ങളുടെ PF കോർപ്പസ് എമൗണ്ട് 4 ലക്ഷം രൂപയാണെന്ന് സങ്കല്പിക്കുക. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഉടനടി വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നത് 75%. അപ്പോൾ ഈ ഒരു 4 ലക്ഷം രൂപയുടെ 75% 3 ലക്ഷം രൂപ നിങ്ങൾക്ക് ഉടനടി വിഡ്രോ ചെയ്യാൻ സാധിക്കും. ബാക്കിയുള്ള 25%, അതായത് ആ 1 ലക്ഷം രൂപ നിങ്ങൾക്ക് ഉടനടി വിഡ്രോ ചെയ്യാൻ സാധിക്കില്ല. ആ ഒരു ടൈം പീരീഡിൽ PFന്റെ സൈഡിൽ നിന്ന് തന്നെ നമുക്ക് 8.5% പലിശയും ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ തുക അവിടെ വെറുതെ കിടക്കുകയല്ല, അവിടെ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റും ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് EPS എംപ്ലോയി പെൻഷൻ സ്കീമിൽ വരുന്ന മാറ്റം എന്താണെന്ന് നോക്കാം. നമ്മളുടെ ഈ 25% ഞാൻ പറഞ്ഞു, നമുക്ക് ഉടനടി എടുക്കാൻ കഴിയാത്ത ആ ഒരു 25%-ലെ കുറച്ച് പണം EPSലേക്കും പോകുന്നുണ്ട്. അതായത് എംപ്ലോയി പെൻഷൻ സ്കീമിലേക്കും കുറച്ച് പണം നമ്മൾ നൽകുന്നുണ്ട്. EPS പേയ്മെന്റ് നമുക്ക് 3 വർഷം കഴിയുമ്പോൾ ലഭിക്കുന്നു. ബാക്കിയുള്ള EPF ഭാഗം 1 വർഷം അൺഎംപ്ലോയിഡ് ആയിരുന്നാൽ നമുക്ക് ലഭിക്കുന്നു. ഇനി നമുക്ക് കോൺട്രിബ്യൂഷൻ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കാം. എംപ്ലോയിയുടെ ഭാഗത്ത് നിന്ന് പോകുന്ന കോൺട്രിബ്യൂഷൻ വരുന്നത് നിങ്ങളുടെ സാലറിയുടെ 12% പ്ലസ് DAയുമാണ് എംപ്ലോയിയുടെ സൈഡിൽ നിന്ന് വരുന്ന സംഭാവന. ഈ ഒരു 12% തന്നെ നമ്മൾ 2ആയി വീണ്ടും തരംതിരിക്കുന്നുണ്ട്. 8.33% പെൻഷൻ ഫണ്ടിലോട്ടും 3.67% പ്രൊവിഡന്റ് ഫണ്ടിലോട്ടും പോകുന്നു. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, ഞാൻ ജോലി ചെയ്യുന്നതിനിടയ്ക്ക് എനിക്ക് എൻ്റെ PF പണം വിഡ്രോ ചെയ്യാൻ സാധിക്കുമോ? അതിനുള്ള ഉത്തരം അതെ എന്നാണ്. നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പണം വിഡ്രോ ചെയ്യാൻ സാധിക്കും. അതിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മളുടെ PF എമൗണ്ട് വിഡ്രോ ചെയ്യാൻ കഴിയുന്നതിന്റെ കുറെ കാരണങ്ങളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത്, നിങ്ങൾ ഒരു വീട് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ PF ഫണ്ട് വിഡ്രോ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വിദ്യാഭ്യാസം, വിവാഹം, നിങ്ങൾക്ക് എമർജൻസി ആയി എന്തെങ്കിലും മെഡിക്കൽ സിറ്റുവേഷന് വേണ്ടി പണം ആവശ്യമുണ്ടെങ്കിലും നിങ്ങളുടെ ഈ ഒരു PF എമൗണ്ട് വിഡ്രോ ചെയ്യാൻ സാധിക്കും. ജോലി നഷ്ടം, പ്രകൃതി ദുരന്തങ്ങൾ, യാത്രകൾ എന്നിവയ്ക്ക് വേണ്ടിയും നമ്മളുടെ PF എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും. ഞാൻ മുകളിൽ കുറെ കാരണങ്ങൾ പറഞ്ഞു, നമ്മളുടെ PF ഫണ്ട് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതിനുള്ള കാരണങ്ങളാണ് പറഞ്ഞത്. ഈ കാരണങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഫണ്ട് വിഡ്രോ ചെയ്യുമ്പോഴും നമുക്ക് നമ്മളുടെ 100% തുകയും എടുക്കാൻ സാധിക്കില്ല. 75% തുക മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഏത് സാഹചര്യത്തിലാണ് നമുക്ക് 100% തുക വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നത് എന്നതിന്റെ കാരണവും ഞാൻ മുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇപ്പോൾ വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നത് 75% മാത്രമാണ്.
അപ്പോൾ നമുക്ക് എത്ര തവണയാണ് വിഡ്രോവൽ ചെയ്യാൻ സാധിക്കുന്നതെന്ന് നോക്കാം. പഴയ നിയമം അനുസരിച്ച് വിവാഹം, വിദ്യാഭ്യാസം എന്നിവയ്ക്ക് വേണ്ടി നമുക്ക് 3 തവണയാണ് നമ്മളുടെ പണം പിൻവലിക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വീട് നിർമ്മാണത്തിന് വേണ്ടി 1 തവണയാണ് നമ്മളുടെ പണം നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷേ പുതിയ നിയമം അനുസരിച്ച് വിവാഹ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് 5 തവണ പണം വിഡ്രോ ചെയ്യാൻ സാധിക്കും. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി 10 തവണ വരെ നമ്മളുടെ PF ഫണ്ടിൽ നിന്ന് നമുക്ക് പണം വിഡ്രോ ചെയ്യാൻ സാധിക്കും. ഹൗസിംഗിന് വേണ്ടി എത്ര തവണയാണ് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നത് എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടില്ല. അപ്പോൾ നമ്മൾ EPFOയിൽ വന്ന പുതിയ മാറ്റങ്ങളാണ്, എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നത്, ആ മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ കൃത്യമായി മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. PF വിഡ്രോവൽ നിങ്ങൾക്ക് പൂർണ്ണമായും ഓൺലൈനായി ചെയ്യാൻ സാധിക്കും. EPFO വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആ ഒരു തുക ക്രെഡിറ്റ് ആവുകയും ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത്. അതിന്റെ എല്ലാം ഉത്തരം ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനിയും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയൂ, നമുക്ക് അതൊക്കെ ക്ലിയർ ചെയ്യാം. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ, ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്കും നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ആ ഒരു വീഡിയോസും ചെയ്യാവുന്നതാണ്. പിന്നെ മറക്കണ്ട, ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ. ബോസ്വാല, ബി ദ ബോസ്.